പ്രമേഹം എന്ന് പറയുന്നത് ധാരാളം സങ്കീർണതകളുള്ള ഒരു ജീവിതശൈലി രോഗമാണ്. പ്രമേഹത്തിൻ്റെ സങ്കീർണതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ. എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി? പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. ഒരു 10-12 വർഷമായി പ്രമേഹമുള്ളവരിലാണ് സാധാരണ ഇത് കാണുന്നത്. പ്രമേഹം ഏതെല്ലാം ഞരമ്പുകളെയാണ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത്? പ്രമേഹം നമ്മുടെ സ്പർശനത്തിനുള്ള ഞരമ്പുകളായ സെൻസറി ഞരമ്പുകളെ ബാധിക്കാം, നമ്മുടെ മാംസപേശികൾക്ക് കൊടുക്കുന്ന മോട്ടോർ ഞരമ്പുകളെ ബാധിക്കാം, അവയവങ്ങൾക്ക് കൊടുക്കുന്ന ഓട്ടോണോമിക് നെർവുകളെ ബാധിക്കാം. പ്രമേഹം സെൻസറി ഞരമ്പുകൾ അഥവാ സ്പർശനത്തിനുള്ള ഞരമ്പുകളെ ബാധിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? സ്പർശനത്തിനുള്ള ഞരമ്പുകളെ ബാധിക്കുമ്പോൾ കാലിൽ തരിപ്പ് അനുഭവപ്പെടുക, കാലിനടിയിൽ ഇക്കിൾ അനുഭവപ്പെടുക, അതുപോലെ തന്നെ പഞ്ഞിയിൽ കൂടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു, വെള്ളത്തിൽ കൂടി നടക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇതെല്ലാമാണ് സെൻസറി ഞരമ്പുകളെ ബാധിക്കുമ്പോൾ അഥവാ സ്പർശനത്തിനുള്ള ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇനി പ്രമേഹം മോട്ടോർ ഞരമ്പുകൾ അഥവാ മാംസപേശികൾക്ക് കൊടുക്കുന്ന ഞരമ്പുകളെ ബാധിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമ്മുടെ കാൽ സാധാരണ നടക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും, എന്നാൽ കാൽ വീണു പോകുന്ന അവസ്ഥ, അതിനെയാണ് ഫൂട്ട് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പ്രമേഹം മസിൽസിന് അഥവാ മാംസപേശിക്ക് കൊടുക്കുന്ന ഞരമ്പുകളെ ബാധിക്കുമ്പോൾ ഫൂട്ട് ഡ്രോപ്പ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നടക്കുമ്പോൾ ചെരുപ്പിന് ഗ്രിപ്പ് കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതുമാത്രമാണോ? പ്രമേഹം നമ്മുടെ ഓട്ടോണോമിക് ഞരമ്പുകൾ അഥവാ അവയവങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെ ബാധിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ഏതെല്ലാം അവയവങ്ങളെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെയാണ് ബാധിക്കുന്നത്? ഇത് നമുക്ക് നോക്കാം. പ്രമേഹം നമ്മുടെ മൂത്രസഞ്ചിക്ക് കൊടുക്കുന്ന ഞരമ്പുകളെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായി മൂത്രം കെട്ടിക്കിടക്കുന്നു, അവസാനം മൂത്രം തനിയെ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇതുമാത്രമല്ല, പ്രമേഹം നമ്മുടെ ഹൃദയത്തെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെ ബാധിക്കാം. ഇതിൻ്റെ ഭാഗമായി സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അറിയാതെ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. കൂടാതെ പ്രമേഹം നമ്മുടെ അവയവത്തെ സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായി ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാകുന്നു. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ എണീറ്റ് നിന്നാൽ BP കുറയുന്ന അവസ്ഥ. നാം പെട്ടെന്ന് എണീറ്റ് നിൽക്കുമ്പോൾ തലചുറ്റലുണ്ടാകുന്നു. എണീറ്റ് നിൽക്കുമ്പോൾ കൂടിയ BP അഥവാ സിസ്റ്റോളിക് BP 30-ലും കൂടുതൽ കുറയുന്ന ഒരവസ്ഥയാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. ഈ പ്രമേഹത്തിൻ്റെ ഭാഗമായി കാലെല്ലാം മുറിച്ചു കളയേണ്ട അവസ്ഥ വരാറുണ്ടല്ലോ. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. നാം പറഞ്ഞു, പ്രമേഹം സെൻസറി ഞരമ്പുകൾ അഥവാ സ്പർശനത്തിൻ്റെ ഞരമ്പുകളെ ബാധിക്കുന്നു, സ്പർശന ശക്തി കുറയുന്നു. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്തുണ്ടാകുന്നു എന്ന് നോക്കാം. ഇത് ചികിത്സിച്ചില്ലെങ്കിൽ കാലിനടിയിൽ മുറിവുണ്ടാകുന്നു അഥവാ അൾസർ ഉണ്ടാകുന്നു. എന്തെങ്കിലും സൂചിയോ അല്ലെങ്കിൽ ആണിയോ മറ്റോ കുത്തിയാൽ അറിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതിൻ്റെ ഭാഗമായി കാലിൽ ഒരു വ്രണം അഥവാ മുറിവുണ്ടാകുന്നു. ഇതും ചികിത്സിച്ചില്ലെങ്കിൽ കാല് ബ്ലാക്ക് കളറാകുന്നു. ഇതിന് ഗാംഗ്രീൻ എന്ന് പറയുന്നു. ചികിത്സ കിട്ടാതെ വരുമ്പോൾ കാല് മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. പ്രമേഹം പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കാമോ? അതെ, പ്രത്യുൽപാദന ശേഷിയെയും പ്രമേഹം ബാധിക്കാം. പുരുഷന്മാരിൽ പെനിസിന് സപ്ലൈ ചെയ്യുന്ന ഞരമ്പുകളെ ബാധിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഇറക്ഷന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഞരമ്പുകളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയല്ല, നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക ഞരമ്പുകളെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ ഈ കോംപ്ലിക്കേഷനിൽ നിന്ന് നാം എല്ലാവരും രക്ഷപ്പെടേണ്ടതാണ്. പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ 1-2 ഞരമ്പുകളെ മാത്രമല്ല, ഒട്ടുമിക്ക ഞരമ്പുകളെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥ. ഇതുകൊണ്ട് തന്നെ പ്രമേഹം നേരത്തെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അഥവാ ഭക്ഷണത്തിൻ്റെ മുന്നേയുള്ള ഷുഗറിൻ്റെ അളവ് 110-ൻ്റെ ഉള്ളിലും ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള ഷുഗറിൻ്റെ അളവ് 140-ൻ്റെ ഉള്ളിലും HbA1c അഥവാ 3 മാസത്തെ ഷുഗറിൻ്റെ അളവ് 7% ഉള്ളിലും നിലനിർത്തുന്നത് വഴി നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ അഥവാ പ്രമേഹത്തിൻ്റെ സങ്കീർണതയായ ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ പ്രമേഹം ഞരമ്പുകളെ ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ്.